റെഡ്മിയുടെ നോട്ട് 13 Pro Plus എടുക്കണോ അതോ നമ്മുടെ പോക്കോ X6 Pro എടുക്കണോ? സോ ഇതായിരുന്നു ഇതുവരെയുള്ള വാല്യൂ ഫോർ മണി ഡിവൈസ് നമ്മുടെ റെഡ്മി നോട്ട് 13 Pro Plus. പക്ഷേ ഇപ്പൊ നമ്മുടെ പോക്കോ X6 Pro വന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പാരിസൺ ആണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള. നമ്മുടെ ഡിസ്പ്ലേസ് ഏതാണ് നിങ്ങളുടെ പെർഫോമൻസ്, കേർവ്ഡ് ആണോ അതോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്? കമന്റ് ഡൗൺ ബിലോ. ആൻഡ് നമ്മുടെ റെഡ്മി നോട്ട് 13 Pro Plus ഒരു കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് വേഴ്സസ് നമ്മുടെ പോക്കോ X6 Pro ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ. രണ്ടും 68 ബില്യൺ കളർ റിപ്രൊഡക്ഷൻ ഉള്ള കിഡിലൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. കളേഴ്സ് ഒക്കെ നല്ല സാച്ചുറേറ്റഡും വൈബ്രന്റും ആണ്. പിന്നെ രണ്ടുപേരും 1800 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ ആണ്. ഡിസ്പ്ലേ ഞാൻ വിൻ കൊടുക്കുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 13 Pro Plus. ഫസ്റ്റ് റീസൺ എന്റെ പെർഫോമൻസ് അനുസരിച്ച് കേർവ് ഡിസ്പ്ലേയും, രണ്ടാമത്തെ കോണിംഗ് ഗോറാസ് വിക്ടേഴ്സ് പ്രൊഡക്ഷൻ. ഇവിടെ കോണിംഗ് ഗോറാസ് 5 ആണ്. ഫിഗേഴ്സ് നോക്കിയാലോ. ഫസ്റ്റ് നമ്മുടെ റെഡ്മി നോട്ട് 13 Pro Plus ഓക്കെ. സോ അതാണ് നമ്മുടെ റെഡ്മി നോട്ട് 13 Pro Plus. ഇനി നെക്സ്റ്റ് നമ്മുടെ പോക്കോ X6 Pro. സ്പീക്കേഴ്സ് വോളിയം അതേപോലെ ക്വാളിറ്റി കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ട് എനിക്ക് അപ്രോക്സിമേറ്റ് ബൈ 3 to 4% ഇംപ്രൂവ് ആയിട്ട് തോന്നുന്നു എനിക്ക് പോക്കോ X6 Pro ആണ്. സോ നൗ ദ കറന്റ് സ്കോർ ഈസ് 1 ഫോർ ദ പോക്കോ, 2 ഫോർ ദ റെഡ്മി. നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ് ഡയമൻസിറ്റി 7200 അൾട്ര ആണ് നമ്മുടെ റെഡ്മി വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പോക്കോ X Pro വരുന്നത് ഡയമൻസിറ്റി 8200 അൾട്ര ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡുണ്ടു സ്കോർസ് നോക്കിയാലോ. 7 lakh ആണ് നമുക്ക് നമ്മുടെ റെഡ്മി നോട്ട് 13 Pro Plus. ഏകദേശം ഒരു ഗസ് അടിക്കാവോ നമ്മുടെ പോക്കോ X Proയുടെ 1 lakh ആൻഡ് യു ക്യാൻ സി 1.4 million അപ്രോക്സിമേറ്റ്ലി 14 lakh ആണ് നമ്മുടെ പോക്കോ X Pro. ദാറ്റ് മീൻസ് വേറൊരു സെഗ്മെന്റിലെ ഫോണായിട്ടുള്ള കമ്പാരിസൺ പോലെ എനിക്ക് പേഴ്സണലി, കാരണം 6 ലക്ഷമാണ് അഡ്വാൻസ് കോഴ്സിന്റെ ഡിഫറൻസ്. അതിന്റെ ബിഗ്ഗസ്റ്റ് ഡിഫറൻസിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ GPU പെർഫോമൻസ് ആണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോർ ഗെയിമേഴ്സ് ബിക്കോസ് 5,47,000 ആണ് സ്കോർസ് വന്നത് വേഴ്സസ് വെറും 1,85,000. സോ ബിഗ് ഡിഫറൻസ് തന്നെ GPU തന്നെയുണ്ട്. പിന്നെ ഒബ്വിയസ്ലി CPU നോക്കുകയാണെങ്കിൽ 2,57,000, ഇവിടെ ഓൾമോസ്റ്റ് ക്ലോസ് ടു 3 ലക്ഷമാണ് നമ്മുടെ പോക്കോ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് മെമ്മറി 1,59,000 ഓൾമോസ്റ്റ് ഡബിൾ 3 lakh ഉണ്ട് നമ്മുടെ പോക്കോ X Pro മെമ്മറി വരുന്നത്. ആൻഡ് UX 1,87,000, ഇവിടെ 2,54,000 വരുന്നത്. നമ്മുടെ സ്റ്റോറേജ് സ്കോർ ആട്ടോ ഒരു മയൊന്നും ഇല്ല നമ്മുടെ പോക്കോ X Pro. ഇവിടെ നോക്കിയറിയാം 63,000 കിട്ടിയേക്കണേ. ഏകദേശം ഒരു ഗസ് 1 lakh പിടിക്കാം അല്ലേ? 1 lakh പിടിക്കാന്നല്ല, 1 lakh ഡിഫറൻസ് ഉണ്ട് ഈ രണ്ടുപേരുടെ സ്കോർസ് തമ്മിൽ. ഇനി റീസൺസിലേക്ക് വരാം. LPDDR5X വേഴ്സസ് LPDDR5, UFS 4 വേഴ്സസ് UFS 3.0. സോ ദാറ്റ്സ് ഈ രണ്ട് സ്പെക്കും കാരണം, ദാറ്റ് മീൻസ് ചിപ്സെറ്റ് എലോങ് വിത്ത് ഈ സ്റ്റോറേജും റാമിന്റെ ടൈപ്പ് കാരണം ഒബ്വിയസ്ലി ഇതൊരു ഗെയിമേഴ്സിന് ഒരു കിഡിലൻ ഫോൺ ആയിരിക്കും നമ്മുടെ പോക്കോ X Pro. സോ ഇപ്പൊ നമ്മുടെ സ്കോർസ് വെച്ചാൽ 2-2. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ്, രണ്ടിന്റെയും കിഡിലൻ ക്യാമറാസ് എന്ന് പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇതിന്റെ ഫസ്റ്റത്തെ 200 MB മെയിൻ ക്യാമറ വേഴ്സസ് 64 MB മെയിൻ ക്യാമറ, 2 OIS ഉണ്ട്. പിന്നെ രണ്ടുപേർക്ക് ഒരു 8 MB ആവറേജ് അൾട്രാവൈഡ് ക്യാമറയും പിന്നെ ഒരു 2 MB യൂസ്ലെസ് ആയിട്ടുള്ള മാക്രോയാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ രണ്ടുപേർക്കും ഒരു 16 MB സെൽഫി ക്യാമറാസ് ആണ് വരുന്നത്. ആൻഡ് രണ്ടുപേർക്കും 4K റെക്കോർഡിംഗും ഫ്രണ്ട് ക്യാമറ വരുന്നത്. റെഡ്മി നോട്ട് 13 Pro Plusനെയും പോക്കോ X Proയുടെയും ക്യാമറാസ് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനി നിങ്ങൾക്ക് ക്യാമറാസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഫോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒപ്പോ റെനോ 11, കാരണം കിഡിലൻ ക്യാമറാസ് ആണ്. 50 MB മെയിൻ ക്യാമറ, പിന്നെ ഒരു 32 MB ടെലിഫോട്ടോ, കിഡിലൻ പോർട്രേറ്റ് എടുക്കാൻ പറ്റിയ ടെലിഫോട്ടോ, പിന്നെ ഒരു 8 MB അൾട്രാവൈഡ്. ആൻഡ് ഓൺ ദ ഫ്രണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 32 MB സെൽഫി ക്യാമറ വിത്ത് ക്യാൻ റെക്കോർഡ് 4K റെക്കോർഡിങ്ങും, അതും വിത്ത് സ്റ്റെബിലൈസേഷൻ. സോ ജസ്റ്റ് ഫോർ ക്യാമറാസ്, ഐ റിപ്പീറ്റ്, ജസ്റ്റ് ഫോർ ക്യാമറാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പോ റെനോ 11. സോ ക്യാമറാസ് ഞാൻ ടൈ കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ചാർജ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് രണ്ടുപേർക്ക് വരുന്നത്. ഇവിടെ ബോക്സിൽ 67 വാട്ട് അഡാപ്റ്ററും ഇവിടെ ബോക്സിൽ നമുക്ക് 120 വാട്ട് അഡാപ്റ്റർ. സോ ഒരു ലൈറ്റ് വെയിറ്റ്. സോ നൗ ദ സ്കോർ ഈസ് 3 for Redmi and 2 for Poco. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UI. നെക്സ്റ്റ് നമ്മുടെ UI Xiaomi HyperOS ആണ് നമ്മുടെ പോക്കോ X6 Pro വരുന്നത് വേഴ്സസ് ഇവിടെ നമുക്ക് വരുന്നത് MIUI 14 ബേസ്ഡ് ഓൺ Android 13 വേഴ്സസ് ഇവിടെ നമുക്ക് Android 14 വിത്ത് Xiaomi OS നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. 3-3 ആണ് ഇപ്പോൾ സ്കോർ. സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ നോക്കിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ Redmi Note 13 Pro Plus ഞാൻ റാപ്പിഡ് ടച്ച് ആയിട്ട് ചെയ്യണേ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3 2 1 go. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3 2 1 go. സോ പെർഫെക്റ്റ് ആട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ. സോ ലോക്ക്ഡ് ആണ്, അൺലോക്ക്, യു ക്യാൻ സി ലോക്ക്ഡ് ആണ്, അൺലോക്ക്. സോ റാപ്പിഡ് ഫാസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ പോക്കോ ഫസ്റ്റ് ടൈം ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. സോ റാപ്പിഡ് ടച്ച് ചെയ്യാൻ പറ്റും. 3 2 1 go. ഓക്കെ പെർഫെക്റ്റ്. വൺസ് അഗൈൻ റാപ്പിഡ് ടച്ച് 3 2 1 go. പെർഫെക്റ്റ്. വൺസ് അഗൈൻ റാപ്പിഡ് ടച്ച് 3 2 1 go. പെർഫെക്റ്റ്. നെക്സ്റ്റ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ. സോ യു ക്യാൻ സി ഇറ്റ്സ് ലോക്ക്ഡ് റൈറ്റ് നൗ, അൺലോക്ക് ഫാസ്റ്റ് ആണ്, ലോക്ക്ഡ് റൈറ്റ് നൗ, അൺലോക്ക്. സോ റാപ്പിഡ് ഫാസ്റ്റ് ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ. സോ അനദർ ടൈം
3 വന്നിട്ടുണ്ട്, ഇനി ഏതെടുക്കും? കൺഫ്യൂഷൻ ആയാലോ അല്ലെ? സോ നമ്മൾ ഗെയിമിംഗ് ആണ് നോക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയും ബിക്കോസ് ഓഫ് ദ LPDDR5X, UFS 4 ആൻഡ് ദ Dimensity 8200 Ultra കണ്ണ് പടച്ച് നമ്മുടെ പോക്കോ X Pro എടുത്തു. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു കർവ് ഡിസ്പ്ലേ വേണം, കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജിങ് 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വേണം, പിന്നെ IP60 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, അങ്ങനെ മൈനർ കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി യു ക്യാൻ പിക്ക് ദ Redmi Note 13 Pro Plus. So guys, that's it for today. Signing off. It's fun, man.